നമ്മൾ കടയിൽ നിന്ന് മുട്ട മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഈ ഒരു പരിശോധന നടത്തിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാവൂ. ഇല്ലെങ്കിൽ ഇതേപോലെ ഡാമേജ് ആയ മുട്ടയായിരിക്കും. പുഴുങ്ങിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അറിയത്തില്ല, കഴിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത്. ഈ ഒരു ചെറിയ പരീക്ഷണം നടത്തി നല്ല മുട്ടയാണോ പന്ന മുട്ടയാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്കിത് ഉപയോഗിക്കാം. ഏകദേശം നമ്മൾ 25 മുട്ടയോളം മേടിച്ചതാണ്. ഇതിൽ 1-2 എണ്ണം പന്നലായിട്ടുള്ള മുട്ട കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനൊരു സംശയം തോന്നിയത്. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടോർച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വെച്ചും കണ്ടുപിടിക്കാം. എന്നിട്ട് ഇതേപോലെ കറുത്ത് കാണുന്നുണ്ടോ, ഇങ്ങനെ വെട്ടം കടന്നു പോകാതെ കറുത്ത ഭാഗം കാണുന്നുണ്ടെങ്കിൽ അത് പന്ന മുട്ടയാണ്. ഇനി ചില മുട്ടയുടെ അകത്ത് ഇതേപോലെ ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ മാത്രമേ കാണത്തുള്ളൂ, അത് ഡാമേജ് ആയിട്ട് വരുന്ന മുട്ടകളാണ്. ഇനി നല്ല മുട്ട നമ്മൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ വെട്ടം പുറത്തേക്ക് വരുന്നതായിരിക്കും. അങ്ങനെയുള്ള മുട്ടയ്ക്ക് യാതൊരുവിധ കുഴപ്പവും കാണത്തില്ല, അത് നമുക്ക് മാറ്റി വെക്കാം. ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മളിപ്പം മുട്ടയെടുത്ത് രണ്ടായിട്ട് തരം തിരിച്ച് വെച്ചിട്ടുണ്ട്, വെട്ടം കടക്കുന്നതും കടക്കാത്തതും. ഈ ഇരിക്കുന്ന മുട്ട നല്ലതും ഇത് പന്നലുമാണ്. എന്തായാലും നമുക്കൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ 1-2 മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിങ് നിങ്ങൾ നടത്തി നോക്കണം. എന്തായാലും നമുക്കിത് പൊട്ടിച്ച് നോക്കാം. ഇത് കണ്ടോ, വളരെയധികം ചീഞ്ഞ പന്ന മുട്ടയാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാവൂ. അല്ലാതെ ഡയറക്റ്റ് എടുത്ത് പുഴുങ്ങി കുട്ടികൾക്കൊന്നും കൊടുക്കരുത്, ചിലപ്പോൾ അറിയാതെ കഴിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.